എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ അടിസ്ഥാന ക്രിയകൾ, അടിസ്ഥാനമായിട്ടുള്ള ഓപ്പറേഷൻസിനെ പറ്റിയും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ്, മാത്തമാറ്റിക്സിൽ വരുന്ന 4 ബേസിക് ഓപ്പറേഷൻസ് ആണ് ആരൊക്കെ? പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ. അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഈ 4 ഓപ്പറേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ ഡിവിഷൻ അല്ലേ? ഡിവിഷൻ. ഈ 4 ഓപ്പറേഷൻ, സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം, ഈ 4 ഓപ്പറേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ്, മാത്തമാറ്റിക്സിന്റെ അടിസ്ഥാന ക്രിയകൾ, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ചതുഷ്ക്രിയകൾ എന്നും പറയും അല്ലേ? 4 ഓപ്പറേഷൻസുകളാണ് നമുക്കുള്ളത്. അപ്പം ഈ 4 ഓപ്പറേഷൻസും അതിന്റെ പ്രോപ്പർട്ടീസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസുകളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതിലൊന്നും വലിയ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. അഡീഷൻ എന്താണ്, സബ്ട്രാക്ഷൻ എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ എന്താണ്, ഡിവിഷൻ എന്താണ്, അതിലൊന്നും നമുക്ക് പ്രശ്നമില്ല. അഡീഷൻ, ഈ മൾട്ടിപ്ലിക്കേഷൻ, നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് മാത്രം നമുക്ക് നോക്കി പോവാം. അതിനു മുന്നേ നമുക്ക് എങ്ങനെയാണ്, 2 പോസിറ്റീവ് നമ്പേഴ്സുകളാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, അത് ഏത് ചെയ്യാനും നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നെഗറ്റീവ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മളിത് ഓരോന്നും എങ്ങനെ ചെയ്യും? ഓക്കെ, ഓരോ നെഗറ്റീവ് നമ്പേഴ്സ് തമ്മിലുള്ള അഡീഷൻ, സബ്ട്രാക്ഷൻ, അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ 2 നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ, ഇപ്പൊ ഞാൻ -3 ഉണ്ട്, അതുപോലെ -5 ഉണ്ട് അല്ല, 2 നെഗറ്റീവ് നമ്പേഴ്സുകളാണെങ്കിൽ ഈ 2 നെഗറ്റീവ് നമ്പേഴ്സെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യുക? 2 നെഗറ്റീവ് നമ്പേഴ്സ് എങ്ങനെ ആഡ് ചെയ്യും? ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം ഞാൻ ചെയ്യേണ്ടത് 2 നമ്പേഴ്സിന്റെ ചിഹ്നം ഒഴിവാക്കി ഞാൻ കൂട്ടുന്നു. 2 നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ ആ 2 നമ്പേഴ്സ് എടുക്കുന്നു, ചിഹ്നം ഒഴിവാക്കുക. അതായത് 3ഉം 5ഉം അല്ല, ആ 3ഉം 5ഉം കൂട്ടിയതിന് ശേഷം ഞാൻ അതിന് എന്തിടുന്നു? മൈനസ് ഇടുന്നു. അതായത് എന്റെ ആൻസർ എന്തായിരിക്കും? -8 ആയിരിക്കും. റെഡി അല്ലേ? അപ്പൊ -4 പ്ലസ് -2, -4 -2, ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തായിരിക്കും കിട്ടുക? 4ഉം 2ഉം ഞാൻ കൂട്ടി മൈനസ് ഇട്ടു, അപ്പൊ എനിക്ക് എന്ത് കിട്ടും? -6 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 2 നെഗറ്റീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ 2 ന്യൂനസംഖ്യകൾ ആഡ് ചെയ്യുന്നതിന്, സങ്കലനം ചെയ്യുന്നതിന്, കൂട്ടുന്നതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആദ്യം 2 നമ്പേഴ്സ് ആഡ് ചെയ്യുന്നു, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് ഇടുന്നു. ഓക്കെ, ഇനി 2 പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. 2 പോസിറ്റീവ് നമ്പേഴ്സ് നമ്മൾ സാധാരണ പോലെ തന്നെ ആഡ് ചെയ്യുന്നു. ഇനി ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പർ ആണെന്ന് വിചാരിക്കുക. ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും. ഒരു നെഗറ്റീവ് നമ്പർ എന്ന് പറഞ്ഞാൽ -4 ഒരു നെഗറ്റീവ് നമ്പറാണ്, 5 ഒരു പോസിറ്റീവ് നമ്പറാണ്. ഇത് രണ്ടും നമ്മൾ എങ്ങനെ ആഡ് ചെയ്യുക? നമുക്കറിയാം, വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പർ കുറയ്ക്കുക, ചിഹ്നം ഒഴിവാക്കുക. വലിയ നമ്പറോട് ആരാളുള്ളത്? 5. 5ന്ന് 4 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 1. ഇനി വലിയ നമ്പറിന്റെ കൂടെയുള്ള ചിഹ്നം, വലിയ നമ്പറിന്റെ കൂടെയുള്ള ചിഹ്നം ആരാ? പ്ലസ് തന്നെയാണ് അല്ലെ? 5 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? +5 ആണ്. ഓക്കെ, അപ്പം വലിയ നമ്പറിന്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വരും? +1 വരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ -7 + 2, ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഇവിടെ വലിയ നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. 7ന്ന് 2 കുറച്ചാൽ നമുക്ക് കിട്ടുക 5 ആണ്. അപ്പൊ 5 എഴുതുന്നു. ഇനി വലിയ നമ്പർ 7 ആണ്, അതിന്റെ ചിഹ്നം മൈനസ് ആണ്. അപ്പം എന്തായിരിക്കും വരിക? -5 ആയിരിക്കും വരിക. ഓക്കെ, അപ്പൊ അതുപോലെ -9 + 11 എന്ത് വരും? വലിയ നമ്പർ എന്ന് പറയുന്നത് 11 ആണ്. 11ന്ന് 9 കുറച്ചാൽ 2 ആണ്, ചിഹ്നം പ്ലസ്, 11ന്റെ ചിഹ്നം പ്ലസ്. ഓക്കെ അല്ലെ? അപ്പൊ 2 നെഗറ്റീവ് നമ്പേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാം? 2 നെഗറ്റീവ് നമ്പേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാം? ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും വന്നാൽ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യും? ഇതാണ് നമ്മൾ ആദ്യം നോക്കിയത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലെ? ഇനി ഇതേപോലെ തന്നെ ഈ നെഗറ്റീവ് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ്? അവിടെ നമ്മൾ വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ല. 2 നെഗറ്റീവ് നമ്പേഴ്സുകളാണെങ്കിൽ 2 നെഗറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. 2 നെഗറ്റീവ് നമ്പേഴ്സ് ഇപ്പൊ ഞാൻ ചെയ്യാണ്, -2 × -3, ആൻസർ എന്തായിരിക്കും? 6 ആയിരിക്കും. 2 × 3 6, മൈനസ് × മൈനസ് എന്താണ്? പ്ലസ് ആണ്. അപ്പൊ -2 × -2 എന്താണ്? -3 എന്താണ്? 6 ആണ്. -4 × -5, ആൻസർ എന്തായിരിക്കും? 4 × 5 20, മൈനസ് × മൈനസ് എന്തായി? പ്ലസ് ആയി. ഓക്കെ, സോ 2 നെഗറ്റീവ് നമ്പേഴ്സ് ആണ്, 2ഉം ന്യൂനസംഖ്യകളാണെങ്കിൽ ഗുണിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. റെഡി അല്ലേ? ഇനി ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ആണെങ്കിൽ, ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ആണെങ്കിൽ
ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ആണെങ്കിൽ ആൻസർ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ -4 × 3 -4 × 3 എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. ആദ്യം 4 × 3 12 ആയിരിക്കും. -6 × 3 എന്തായിരിക്കും? -18 ആയിരിക്കും. ഓക്കെ, അപ്പൊ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സുകൾ തമ്മിൽ എങ്ങനെ നമ്മൾ ഗുണിക്കും, രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് നമ്മൾ തമ്മിൽ എങ്ങനെ കൂട്ടും, അതേപോലെ ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ആയാൽ നമ്മൾ എങ്ങനെ ഗുണിക്കും, എങ്ങനെ കൂട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഈ ഗുണനത്തിന്റെ അതേ റൂള് തന്നെയാണ് ഇവിടെ ഹരണത്തിനും അപ്ലൈ ചെയ്യേണ്ടി വരിക. ഓക്കെ, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒരേ റൂള് തന്നെയായിരിക്കും. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ 4 ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ആണ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇനി ആ 4 ഓപ്പറേഷൻസ് എങ്ങനെ നെഗറ്റീവ് നമ്പേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ പറഞ്ഞു 4 ഓപ്പറേഷൻസുകളാണെന്ന് പറഞ്ഞു അല്ലെ. ഈ 4 ഓപ്പറേഷൻസിൽ അഡീഷൻ ഓക്കെ, മൈനസ് ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഓക്കെ, ഈ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 4 × 3 എന്ന് വെച്ചാൽ എന്താ? 4 × 3 എന്ന് പറഞ്ഞാൽ 12 ആണ് അല്ലെ. അതായത് ഇപ്പൊ ഞാൻ ഒരു കുട്ടിക്ക് ഞാനൊരു 3 ചോക്ലേറ്റ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു കുട്ടിക്ക് 3 ചോക്ലേറ്റ് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 4 കുട്ടികൾക്ക് എത്ര ചോക്ലേറ്റ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? ആദ്യത്തെ കുട്ടിക്ക് ഞാൻ 4 എണ്ണം കൊടുത്തു. രണ്ടാമത്തെ കുട്ടിക്ക് ഞാൻ വീണ്ടും 4 എണ്ണം കൊടുത്തു. മൂന്നാമത്തെ കുട്ടിക്ക് ഞാൻ എന്ത് കൊടുത്തു? 4 എണ്ണം കൊടുത്തു. ടോട്ടൽ 12 ചോക്ലേറ്റ്. 4 4 4 അല്ലെ. അപ്പൊ 4 × 3 എന്നുള്ളതിനെ 4 + 4 + 4 എന്ന് എഴുതിക്കൂടെ? അതായത് 3 പേർക്ക് 4 എണ്ണം വെച്ച് ആകെ 12. അപ്പൊ 4 × 3 ഈക്വൽ ആണ് എന്ത്? 4 + 4 + 4 എന്ന് പറയുന്നത് അല്ലെ. അപ്പം എന്താ പറയുക, ഒരു പേനയ്ക്ക് 5 രൂപയാണെങ്കിൽ 4 പേനയ്ക്ക് എത്ര രൂപയായിരിക്കും? 20 രൂപ. 5 + 5 + 5 + 5 അത് തന്നെയാണ് എന്ത്? 5 × 4 എന്ന് പറയുന്നതും അല്ലെ. അപ്പം ഈ ഗുണനം എന്ന് പറയുന്നതിനെ 4 + 4 + 4 നമ്മൾ പ്ലസ് ഉപയോഗിച്ച് എഴുതി അല്ലെ. അതായത് എനിക്ക് എന്ത് പറയാം? ആവർത്തിച്ചുള്ള സങ്കലനമാണ്, റിപ്പീറ്റഡ് അഡീഷൻ ആണ് അല്ലെ. റിപ്പീറ്റഡ് അഡീഷൻ ആണ് ആര്? മൾട്ടിപ്ലിക്കേഷൻ. ആവർത്തിച്ചുള്ള സങ്കലനമാണ് ഗുണനം. ഇതേപോലെ എനിക്ക് ആരെയും കണക്ട് ചെയ്യാം? ഹരണത്തെയും മൈനസിനെയും കണക്ട് ചെയ്യാം അല്ലെ. 8/2 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? 8/2 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ആകെ എനിക്ക് 8 കുട്ടികളുണ്ട്. ഈ 8 കുട്ടികളെ 2 പേര് വെച്ചിട്ടുള്ള ഗ്രൂപ്പുകളാക്കണം എന്ന് വിചാരിക്കുക. 2 പേരെ വെച്ചിട്ടുള്ള ഗ്രൂപ്പുകളാക്കണം. മൊത്തം എത്ര ഗ്രൂപ്പ് ഉണ്ടാവും? 4 ഗ്രൂപ്പ് ഉണ്ടാവും അല്ലെ. അതായത് ഈ 2 പേരെ അല്ലെങ്കിൽ 8 പേരെയും 2 പേരെ വെച്ച് നമ്മൾ മാറ്റി പോവാണ് അല്ലെ. ആകെ എൻ്റെ കയ്യിൽ 8 പേരുണ്ട്. അതിൽ നിന്ന് ഞാൻ 2 പേരെ ഒഴിവാക്കി. 8 - 2 6. പിന്നെയുള്ളത് 6 പേരാണ്. ഈ 6 പേരിൽ നിന്നും 2 പേരുള്ള ഗ്രൂപ്പാക്കി. അപ്പൊ ബാക്കിയുള്ളത് എത്ര പേരാണ്? 4 പേരാണ്. ഈ 4 പേരിൽ നിന്നും വീണ്ടും ഞാൻ 2 പേരുടെ ഗ്രൂപ്പാക്കി. ബാലൻസ് വരുന്നത് 2 പേരാണ്. ഈ 2 പേരിൽ നിന്നും വീണ്ടും 2 പേരുള്ള ഗ്രൂപ്പാക്കി. ബാലൻസ് 0 ആയി. അതായത് 8 കുട്ടികളെയും ഞാൻ എന്ത് ചെയ്തു? ഗ്രൂപ്പാക്കി. മൊത്തം എനിക്ക് എത്ര ഗ്രൂപ്പ് കിട്ടി? 4 ഗ്രൂപ്പ് കിട്ടി അല്ലെ. അപ്പൊ ഇവിടെ ഡിവിഷൻ എന്ന് പറയുന്നതിനെ ആവർത്തിച്ചുള്ള എന്താക്കിയിട്ട് എഴുതാം? വ്യവകലനമായിട്ട് എഴുതാം. റെഡി അല്ലേ? അപ്പൊ ഡിവിഷൻ എന്ന് പറയുന്നത്, ഹരണം എന്ന് പറയുന്നത് ആവർത്തിച്ചുള്ള വ്യവകലനമാണ്. ഡിവിഷൻ ഈസ് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഈസ് റിപ്പീറ്റഡ് അഡീഷൻ. ആവർത്തിച്ചുള്ള സങ്കലനമാണ് ഗുണനം, ആവർത്തിച്ചുള്ള വ്യവകലനമാണ് എന്ത്? ഹരണം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത്, നമുക്കറിയാം 4 ഓപ്പറേഷൻസുകളാണ് നമുക്കുള്ളത്. പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസുകളാണ്. ഇപ്പൊ നമ്മൾ അഡീഷൻ കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കാം. പ്ലസ് ആണ് അല്ലെ, സങ്കലനമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ സങ്കലനത്തിന്റെ ഐഡന്റിറ്റി അല്ലെങ്കിൽ അനന്യതം, ഐഡന്റിറ്റി അതുപോലെ അനന്യതം എന്താണ്? ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ, എൻ്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനാണ് അല്ലെ. അതായത് ഒരു സംഖ്യയുടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പറേഷൻ പ്ലസും ആണെങ്കിൽ, അഡീഷൻ ആണ് നമ്മുടെ ഓപ്പറേഷൻ എങ്കിൽ, അഡീഷൻ ആണ് എൻ്റെ ഓപ്പറേഷൻ എങ്കിൽ, ഒരു നമ്പറിന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ നമ്പറിനോട് എന്ത് ഞാൻ കൂട്ടിയാൽ എനിക്ക് അതേ നമ്പർ കിട്ടും. ഇപ്പൊ ഞാൻ എടുക്കുകയാണ് 10. ഈ 10 എന്ന് പറയുന്ന നമ്പറിനോടൊപ്പം ഞാൻ എന്ത് കൂട്ടിയാലാണ് എനിക്ക് 10 കിട്ടുക? എനിക്ക് ഉറപ്പിച്ചു പറയാം, ആരായിരിക്കും അത്? 0 അല്ലെ. 10നോടൊപ്പം 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 10 കിട്ടും. ഇനി ഞാൻ 100 എടുത്തു കഴിഞ്ഞാൽ അതിനോടൊപ്പം 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 100 കിട്ടും അല്ലെ. ഏത് സംഖ്യ എടുത്തു കഴിഞ്ഞാലും ആ സംഖ്യയോടൊപ്പം 0 കൂട്ടിയാൽ എനിക്ക് കിട്ടുന്ന സംഖ്യ ഏതായിരിക്കും? അതേ സംഖ്യ തന്നെയായിരിക്കും അല്ലെ. അങ്ങനെ
ഏത് സംഖ്യ കൂട്ടിയാലാണോ എനിക്ക് അതേ സംഖ്യ തന്നെ കിട്ടുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുക? സങ്കലന അനന്യതം അല്ലെങ്കിൽ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന്. ക്ലിയർ അല്ലേ? അപ്പോൾ സങ്കലന അനന്യതം അല്ലെങ്കിൽ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു സംഖ്യ എടുക്കുന്നു, ആ സംഖ്യയോടൊപ്പം വേറൊരു നമ്പർ കൂട്ടുന്നു, എനിക്ക് എപ്പോഴാണ് അതേ സംഖ്യ കിട്ടുക? ആരാണ്? 0. അപ്പൊ എനിക്ക് പറയാം, ഏത് സംഖ്യ ആയാലും 0ത്തെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുക? സങ്കലന അനന്യതം അല്ലെങ്കിൽ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ 10ന്റെ സങ്കലന അനന്യതം അല്ലെങ്കിൽ 10ന്റെ അഡിറ്റീവ് ഐഡന്റിറ്റി ആരാണ്? 0. ഇനി 100ന്റെ അഡിറ്റീവ് ഐഡന്റിറ്റി ആരാണ്? 0. 200ന്റെ അഡിറ്റീവ് ഐഡന്റിറ്റി 0 ആണ്. റെഡി അല്ലേ? ഇനി ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു ടേം ഉള്ളതാണ് പ്രതിലോമം അല്ലെങ്കിൽ ഇൻവേഴ്സ്. ഇവിടെ നമ്മൾ അഡീഷന്റെ കേസാണ് പറയുന്നത്. അഡിറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിൽ സങ്കലന പ്രതിലോമം. ഇത്രയേ ഉള്ളൂ. ഞാനൊരു നമ്പർ എടുക്കുന്നു 10. ഈ 10നോടൊപ്പം ഞാൻ എന്ത് കൂട്ടിയാൽ എനിക്ക് എൻ്റെ ഐഡന്റിറ്റി കിട്ടും? ഐഡന്റിറ്റി ആരാണ്? ഇവിടുത്തെ അഡീഷന്റെ കേസിലുള്ള ഐഡന്റിറ്റി ആരാണ്? 0 ആണ് അല്ലെ? അപ്പൊ 10നോടൊപ്പം എന്ത് കൂട്ടിയാൽ 0 കിട്ടും? ആരാ കൂട്ടേണ്ടത്? 10 പ്ലസ് മൈനസ് 10. റെഡി അല്ലേ? 10 പ്ലസ് മൈനസ് 10 ആണ് എന്ത്? 0. റെഡി അല്ലേ? അപ്പം 100 ഞാൻ എടുക്കുന്നതെങ്കിൽ 100നോടൊപ്പം ഞാൻ എന്ത് കൂട്ടണം? -100 കൂട്ടണം. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 0 കിട്ടും. അപ്പൊ ഏത് സംഖ്യ ആണെങ്കിലും അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിൽ സങ്കലന പ്രതിലോമം എന്ന് പറഞ്ഞാൽ അതിന്റെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ 5000 ആണെങ്കിൽ അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ്? -5000. 10 ലക്ഷം ആണെങ്കിൽ അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആരാണ്? -10 ലക്ഷം. അപ്പൊ എനിക്ക് ജനറൽ ആയിട്ട് ഇങ്ങനെ പറയാൻ പറ്റുമോ? എ എന്ന് പറയുന്ന ഏത് സംഖ്യയാണെങ്കിലും ആ എ എന്ന് പറയുന്ന സംഖ്യയുടെ പ്രതിലോമം അല്ലെങ്കിൽ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ആരായിരിക്കും? -a ആയിരിക്കും. റെഡി അല്ലേ? എ എന്ന് പറയുന്ന സംഖ്യയുടെ സങ്കലന പ്രതിലോമം ആരായിരിക്കും? -a ആയിരിക്കും. ഓക്കെ. അപ്പൊ എ എന്ന് പറയുന്ന സംഖ്യയുടെ സങ്കലന പ്രതിലോമം ആരായിരിക്കും? -a ആയിരിക്കും. റെഡി അല്ലേ? ഓക്കെ. അപ്പൊ 10ന്റെ പ്രതിലോമം സങ്കലന പ്രതിലോമം എന്തായിരിക്കും? -10. ഇനി -2ന്റെ സങ്കലന പ്രതിലോമം അല്ലെങ്കിൽ അഡിറ്റീവ് ഐഡന്റിറ്റി ആരായിരിക്കും? അതിന്റെ നെഗറ്റീവ് അല്ലെ? അതായത് ആ ചിഹ്നം ഓപ്പോസിറ്റ് ഇട്ടാൽ മതി. മൈനസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ചിഹ്നം ഇടുന്നു, 2 ആയിരിക്കും. ഓക്കെ അല്ലെ? അപ്പൊ ഏത് നമ്പർ ആണെങ്കിലും അതിന്റെ അഡിറ്റീവ് ഐഡന്റിറ്റി 0 ആയിരിക്കും. അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് സങ്കലന പ്രതിലോമം എന്തായിരിക്കും? അതിന്റെ ചിഹ്നം മാറ്റിയിട്ടതായിരിക്കും. ഓക്കെ അല്ലെ? പ്ലസ് ആണെങ്കിൽ ഞാൻ മൈനസ് ഇടുന്നു, മൈനസ് ആണെങ്കിൽ ഞാൻ പ്ലസ് ഇടുന്നു. റെഡി അല്ലേ? ഇനി നമ്മളിവിടെ അഡീഷന്റെ കേസിൽ നോക്കി അതേപോലെ തന്നെ നമുക്ക് എന്തുകൂടി നോക്കാനുണ്ട്? മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ കൂടി നോക്കാനുണ്ട്. മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ നമുക്ക് ഇതേ കേസുകൾ എങ്ങനെ വരിക? അതായത് ഐഡന്റിറ്റിയും കാണണം, നമുക്ക് ഇൻവേഴ്സും കാണണം അല്ല? ആദ്യം ഐഡന്റിറ്റി നോക്കാം. ഐഡന്റിറ്റി മൾട്ടിപ്ലിക്കേഷന്റെ കേസിലെ ഐഡന്റിറ്റി ആരാണ്? ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അവിടെ പ്ലസിന്റെ കേസിൽ ഏത് നമ്പറാണോ ഏത് നമ്പറിനോട് കൂട്ടിയാലാണ് എനിക്ക് അതേ നമ്പർ കിട്ടുക, അതാണ് ഐഡന്റിറ്റി അല്ലെ? അപ്പൊ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആവുമ്പോൾ എന്ത് വരും? ഏത് നമ്പറാണോ എൻ്റെ സംഖ്യയോടൊപ്പം ഗുണിച്ചാൽ അതേ സംഖ്യ കിട്ടുക, അതാണ് എന്ത്? ഐഡന്റിറ്റി. ഏതായിരിക്കും? ഞാൻ 10 എടുത്തു. 10നോട് ഞാൻ എന്ത് ഗുണിച്ചാലാണ് എനിക്ക് 10 തന്നെ കിട്ടുക? ഒരു സംശയം വേണ്ട, എന്താണ്? 1 ആണ് അല്ലെ? അപ്പൊ 10 × 1 10 തന്നെ ആയിരിക്കും. ഇനി 100 എടുത്താൽ ആരാ ഗുണിക്കേണ്ടത്? 1 ഗുണിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? 100 കിട്ടും. അപ്പൊ ഏത് സംഖ്യ ആണെങ്കിലും അവിടത്തെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആരായിരിക്കും? അല്ലെങ്കിൽ ഗുണന അനന്യതം ആരായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ ഏത് നമ്പർ എടുത്താലും അവിടുത്തെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് 1 ആണ്. റെഡി അല്ലേ? ഇനി ഇൻവേഴ്സിലോട്ട് പോവാം. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംഖ്യ അതിനോടൊരു സംഖ്യ ഗുണിക്കുന്നു, എനിക്ക് ഐഡന്റിറ്റി കിട്ടുന്നു. ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഐഡന്റിറ്റി 1 ആണ്. അപ്പൊ എനിക്ക് 1 കിട്ടണം. റെഡി അല്ലേ? അപ്പൊ ഞാനൊരു നമ്പർ എടുത്തു 10. ഈ 10നോട് എന്ത് ഗുണിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? 1 കിട്ടും അല്ലെ? ആരാണ്? 1/10 ഞാൻ എടുത്തു എന്ന് വിചാരിക്കുക. 10നോടൊപ്പം ഞാൻ 1/10 എടുത്തു എന്ന് വിചാരിക്കുക. ഈ 10ഉം 10ഉം ക്യാൻസലായി, ബാക്കി എന്ത് വരും? 1 വരും. ഇനി 12 ആണ് ഞാൻ എടുത്തതെങ്കിൽ 1/12 എടുത്തു എന്ന് വിചാരിക്കുക. എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ?
അപ്പോ ഏത് സംഖ്യയാണെങ്കിലും ഇനി 4 ആണെങ്കിലോ ഇൻറ്റു 1/4 ചെയ്യേണ്ടത്. അപ്പൊ 1/4 അവിടുത്തെ വിപരീതം, ഇൻവേഴ്സ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. റെഡി അല്ലെ? ഗുണന വിപരീതം. ഇനി 5 ആണെങ്കിലോ ഞാൻ എന്തെടുക്കും? 1/5 എടുക്കും. ഇനി ഞാൻ എടുക്കുന്ന നമ്പർ 1/2 ആണെങ്കിലോ 1/2 ആണ് എന്റെ സംഖ്യയെങ്കിൽ ഞാനിവിടെ 2 ക്യാൻസൽ ചെയ്യാൻ ഇവിടെ 2 വേണം അല്ലെ? അപ്പോ 2 ഞാൻ എടുക്കും, എനിക്ക് എന്ത് കിട്ടും? 1 കിട്ടും അല്ലെ? അപ്പോ ഈ സാധനത്തിനെ തലതിരിച്ചിട്ടതാണ് എന്ത്? ഇവിടുത്തെ വിപരീതം. 10 ആണെങ്കിൽ 1/10 തലതിരിച്ചിട്ടു, 12 ആണെങ്കിൽ 1/12, 4 ആണെങ്കിൽ 1/4. ഇനി 1/2 ആണെങ്കിൽ അതിന് തലതിരിച്ചിട്ടാൽ എന്ത് കിട്ടും? 2 കിട്ടും. അപ്പൊ ഗുണന വിപരീതം അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിൽ ഗുണന വിപരീതം അതെന്തായിരിക്കും? ഇനി എ എന്ന് പറയുന്ന സംഖ്യയാണെങ്കിൽ അല്ലെ, എ എന്ന് പറയുന്ന സംഖ്യയാണെങ്കിൽ അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിൽ ഗുണന വിപരീതം എന്ന് പറയുന്നത് ആരായിരിക്കും? 1/a ആയിരിക്കും. അതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും. ഈ ഗുണന വിപരീതത്തെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് എന്ത്? റെസിപ്രോക്കൽ അല്ല, റെസിപ്രോക്കൽ അല്ലെങ്കിൽ വ്യുൽക്രമം എന്ന് പറയും. റെഡി അല്ലെ? റെസിപ്രോക്കൽ അല്ലെങ്കിൽ വ്യുൽക്രമം എന്ന് പറയും. വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ തലതിരിച്ചിടുന്നതിനെയാണ് നമ്മൾ വ്യുൽക്രമം എന്ന് പറയാം അല്ലെ? അപ്പൊ ഏതൊരു നമ്പർ ആണെങ്കിലും അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? തലതിരിച്ചിട്ടതായിരിക്കും. അതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും. ഓക്കെ അല്ലെ? അപ്പൊ 10ന്റെ റെസിപ്രോക്കൽ എന്താണ്? 1/10 ആണ്. അല്ലെങ്കിൽ 10ന്റെ ഗുണന വിപരീതം എന്താണ്? 1/10 ആണ്. ഓക്കെ, ഇനി 1/10ന്റെ ഗുണന വിപരീതം എന്താ? 1/10ന്റെ ഗുണന വിപരീതം എന്താണ്? 10 ആണ് അല്ലെ? 1/10ന്റെ ഗുണന വിപരീതം അല്ലെങ്കിൽ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വ്യുൽക്രമം, ഇതെല്ലാം എന്ത് ചോദിച്ചാലും അതിന്റെ ആൻസർ എന്താണ്? 10 ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ അഡീഷൻ നോക്കി, നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ നോക്കി, അത് രണ്ടും തമ്മിലുള്ള ബന്ധം, ഹരണവും വ്യവകലനവും തമ്മിലുള്ള ബന്ധം. ഇനി ഇത് ഓരോന്നിലും മൾട്ടിപ്ലിക്കേഷനിലും അഡീഷനിലും വരുന്ന ഐഡന്റിറ്റി ആരാണ്? ഇൻവേഴ്സ് ആരാണ്? ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ 4 ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ്. ഓക്കെ, ഇനി ഈ 4 ഫണ്ടമെന്റൽ ഓപ്പറേഷൻസും ഒരുമിച്ച് നമുക്ക് വരുമ്പോൾ നമ്മൾ അവിടെ എന്താണ് ചെയ്യുക? നമുക്ക് കുറച്ച് നമ്പറുകൾ ഉണ്ടാവും, ആ നമ്പറുകൾ തമ്മിൽ കുറെ ഓപ്പറേഷൻസ് ഉണ്ടാവും അല്ലെ? ഈ 2ഓ അതിൽ കൂടുതൽ ഓപ്പറേഷൻസോ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഫോളോ ചെയ്യേണ്ട ആദ്യം ഏത് ചെയ്യുന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ? ആ കൺഫ്യൂഷൻ ഒഴിവാക്കുന്ന റൂളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ബോത്ത്മാസ് റൂൾ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് ബോത്ത്മാസ് റൂൾ. ബോത്ത്മാസ് എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ ഓപ്പറേഷൻസ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഏത് ഓപ്പറേഷനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അതിനെ പറ്റിയാണ് നമ്മൾ ഇവിടെ പറയുന്നത്, ബോത്ത്മാസിൽ പറയുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും? ബ്രാക്കറ്റ്. ആദ്യം നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് ബ്രാക്കറ്റിനായിരിക്കണം. ബ്രാക്കറ്റിനുള്ളിൽ ഏതെങ്കിലും ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സംഖ്യകൾ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ആദ്യം ചെയ്യുന്ന ഏതായിരിക്കും? ബ്രാക്കറ്റ് ആയിരിക്കും. ബ്രാക്കറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും? ബ്രാക്കറ്റ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഡിവിഷൻ. ഫസ്റ്റ് ഡിവിഷൻ. ബ്രാക്കറ്റിനുള്ളിൽ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആർക്കാ? ഡിവിഷൻ ആണ്, അതായത് ഹരണമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പ്രയോറിറ്റി പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഓക്കെ, അപ്പൊ ബോത്ത്മാസ് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ആദ്യം നമ്മൾ ബ്രാക്കറ്റിന്, പിന്നെ ഹരണം, ഗുണനം, സങ്കലനം, വ്യവകലനം. ക്ലിയർ അല്ലേ? ബ്രാക്കറ്റ് ഓഫ് എന്ന് വെച്ചാൽ ബ്രാക്കറ്റ് ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഈ ഓർഡറിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ചെയ്ത് ലാസ്റ്റ് 2 ഓപ്പറേഷൻസ് മാത്രമായി, പ്ലസും മൈനസും മാത്രമായി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും ഈ ബോത്ത്മാസ് ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? സാധാരണ പോലെ ലെഫ്റ്റ് നിന്ന് റൈറ്റിക്ക് എന്ത് ചെയ്യുക? ആഡോ സബ്ട്രാക്ഷൻ, ആ ഓപ്പറേഷൻസ് അതുപോലെ ചെയ്യുക. എപ്പോൾ എല്ലാം ചെയ്തു കഴിഞ്ഞ് അവസാനം 2 ഓപ്പറേഷൻസ് മാത്രം, അതാരൊക്കെ? പ്ലസും മൈനസും മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? സാധാരണ പോലെ ലെഫ്റ്റ് നിന്ന് റൈറ്റിക്ക് ചെയ്യാം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിൽ നോക്കാൻ, എങ്ങനെയാണ് ഈ ഓപ്പറേഷൻസിന് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ബോത്ത്മാസ് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. ബ്രാക്കറ്റ് ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. റെഡി അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഇവിടെ നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ട ഏതിനാണ്? ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട് അല്ലെ? അപ്പം ബ്രാക്കറ്റിനുള്ളിലുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ ഇത് നമ്മൾ അങ്ങനെ തന്നെ എഴുതി. ബ്രാക്കറ്റിനുള്ളിലുള്ളതിൽ ആദ്യം ചെയ്യേണ്ടത് ആരാണ്? ഇതാണ് നമ്മുടെ ബ്രാക്കറ്റ്. ഇനി അതിന്റെ ഉള്ളിൽ വീണ്ടും ഒരു ബ്രാക്കറ്റ് ഉണ്ട് അല്ലെ? ആ ബ്രാക്കറ്റ് ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിനുള്ളിൽ എന്തോ ഓപ്പറേഷൻ ആയിക്കോട്ടെ, അതിനുള്ളിൽ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഏത് പ്രയോറിറ്റി കൊടുക്കണം? ഇവിടെ. അപ്പൊ നമ്മൾ എന്ത് വരും? 2+. ഇത് നമ്മൾ അങ്ങനെ തന്നെ എഴുതി. മൈനസ്. ഇവിടെ എന്ത് വരും?
3 × 6 18 അല്ല. ഇനി വീണ്ടും ബ്രാക്കറ്റ് ഉണ്ട്, ബ്രാക്കറ്റിനുള്ളിൽ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ അല്ലെ. അപ്പൊ ആദ്യത്തെ പ്രയോറിറ്റി ആർക്കാ പോവുക? മൾട്ടിപ്ലിക്കേഷൻ ആണ് പോവുക. അപ്പൊ എന്തുവരും? 2 + 4 × 8 32 - 18. റെഡി അല്ലേ? ബ്രാക്കറ്റ് ഒഴിവായിട്ടില്ല അല്ലെ, ബ്രാക്കറ്റ് ഒഴിവായിട്ടില്ല. ബ്രാക്കറ്റ് ഒഴിവാക്കുന്നു. 32 - 18 കുറച്ചാല് 14. 2 + 14 എന്ത് വരും? 16 വരും. റെഡി അല്ലേ? ഓക്കെ. സോ ഇവിടെ നമ്മൾ ആദ്യം ബ്രാക്കറ്റിന് കൊടുത്തു, അതിനുള്ളിൽ വരുന്ന നമ്പർ ഓപ്പറേഷനാണ് മൾട്ടിപ്ലിക്കേഷൻ. അത് ചെയ്തതിന് ശേഷം ഈ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ആ ഓർഡറിൽ ചെയ്തു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്ന് നോക്കിയാൽ ഇത് കേട്ടറ്റിന് കഴിഞ്ഞ തവണ വന്ന ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് തെറ്റിക്കാനുള്ള ഒരു സാധ്യത ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏതിനായിരിക്കും? 6 × 6 ഹരിക്കണം 6 × 6 അല്ല. ഇതിന്റെ ആൻസർ പെട്ടെന്ന് നമ്മൾ 1 എന്ന് എഴുതി പോകും. പക്ഷെ ഇവിടെ നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആർക്കാണ്? ഇവിടെ ഒരു ഡിവിഷൻ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആദ്യം ആ ഡിവിഷൻ ചെയ്യുന്നു. 6 × 6/6 എന്താ വരിക? 1 അല്ലെ. 6 ഹരിക്കണം 6 1 ഇൻറ്റു എന്ത് വരും? 6 വരും. ഇനി ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ. 6 × 1 6, 6 × 6 36. റെഡി അല്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? 36 വരും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ നോക്കിയാൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ് ഇപ്പം കേട്ടറ്റിനും സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. ഇത് PSC സാധാരണ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ കേട്ടറ്റിനും എന്താണ് ഈ രീതിക്കുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ചെയ്യല്ല വേണ്ടത്, ഡയറക്റ്റ് വന്നിട്ടുള്ള ഓപ്പറേഷൻസിനെ ഒന്ന് മാറ്റണം അല്ല. അപ്പം ഇവിടെ ഇതിനെ ആകെ മാറ്റണം ആദ്യം. ഓക്കെ. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള എന്താ? പ്ലസിന് പകരം ഞാൻ ഇടേണ്ടത് ഇൻറ്റു ആണ്, മൈനസിന് പകരം ഞാൻ ഇടേണ്ടത് ഡിവിഷൻ ആണ്, മൾട്ടിപ്ലിക്കേഷന് പകരം മൈനസും ഡിവിഷന് പകരം പ്ലസും ആണ് അല്ലെ. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റിക്കേ. 8 + 6 - 2 ഹരിക്കണം 3 × 4. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് ഞാൻ എങ്ങനെ മാറ്റേണ്ടി വരും? 8 പ്ലസിന് പകരം ഇൻറ്റു 6 മൈനസ് ഹരിക്കണം 2. ഈ ഹരണത്തിന് പകരം എന്ത് കൊടുക്കണം? +3 ഇൻറ്റുവിന് പകരം -4. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ. ഇനി നമ്മൾ ബോത്ത് മാസ് അപ്ലൈ ചെയ്യുക. അപ്പൊ ആദ്യം ഏതായിരിക്കും ചെയ്യേണ്ടി വരിക? 6/2. റെഡി അല്ലേ? അപ്പൊ 8 × 6/2 എന്ത് വരും? 3 +3 -4. ഇനി ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട് അല്ലെ. മൾട്ടിപ്ലിക്കേഷൻ 8 × 3 എന്ത് വരും? 24 +3 -4. ഇനി ഡയറക്റ്റ് വെറുതെ ചെയ്താൽ മതി. പ്ലസും മൈനസും മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? സാധാരണ ലെഫ്റ്റ് നിന്ന് റൈറ്റിക്ക് ആഡ് ചെയ്യുക. 24 3 27, 27 4 കുറച്ചാല് 23. റെഡി അല്ലേ? ഓക്കെ. അപ്പം ഈ രീതിക്കുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് വരാറുണ്ട്. നമ്മൾ ഇവിടെ ആദ്യം ഈ തന്നിട്ടുള്ള ഓപ്പറേഷൻസിനൊന്ന് മാറ്റുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബോത്ത് മാസ് അപ്ലൈ ചെയ്യുന്നു. റെഡി ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ലഘൂകരിക്കുക, അതായത് ഈ ഓപ്പറേഷൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. 40 - 10 + 20 ഹരിക്കണം 4 × 10 അല്ലെ. അപ്പൊ ഇവിടെ വീണ്ടും ഞാൻ ആദ്യം ഏത് ചെയ്യും? ഇത് ചെയ്യണം അല്ലെ. അപ്പൊ എന്ത് വരും? 40 - 10 + 20 ഹരിക്കണം 4 എന്ത് വരും? 5 × 10. ഇനി ഞാൻ ഏതായിരിക്കും ആദ്യം ചെയ്യേണ്ടി വരിക? മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലെ. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ എന്ത് വരും? 40 - 10 + 5 × 10 50 അല്ലെ. ഇനി ഒന്ന് ചെയ്തേ. മൈനസും പ്ലസ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് വേറെ പ്രശ്നമില്ല. 40 - 10 കുറച്ചാൽ 30, 30 50 കൂട്ടിയാൽ എന്ത് വരും? 80. റെഡി അല്ലേ? ഓക്കെ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്ത് വരും? 80 അല്ലെങ്കിൽ 80 വരും. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് കഴിഞ്ഞ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, മുമ്പ് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗുണനത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഗുണനം തുടർച്ചയായ സങ്കലനമാണ്. നമ്മൾ പറഞ്ഞാണ് അല്ലെ, മൾട്ടിപ്ലിക്കേഷൻ ഈസ് റിപ്പീറ്റഡ് അഡീഷൻ. അപ്പൊ ഇത് ശരിയാണല്ലോ. ശരിയല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. ഗുണനം ഹരണത്തിന്റെ വിപരീതമാണ്. ഉറപ്പല്ലേ? ഹരണത്തിന്റെ വിപരീതമാണ്, നേരെ ഓപ്പോസിറ്റ് ഉള്ള ക്രിയയാണ് എന്ത്? ഗുണനം എന്ന് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഓപ്പോസിറ്റ് ആണ്. ഗുണനത്തിന് ഉദാഹരണമായി 1/2 + 1/2 + 1/2 സമം 3 × 1/2 സമം 3/2 എന്ന് എഴുതാം. എഴുതിക്കൂടെ? നമ്മൾ അവിടെ നേരത്തെ നോക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 + 4 + 4. ഇതാണ് എന്ത്? 3 × 4 അല്ലെ. റിപ്പീറ്റഡ് അഡീഷൻ ആണ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ എനിക്ക് എന്ത് എഴുതാം? 1/2 + 1/2 + 1/2 3 × 1/2. 1/2 3 തവണ കൂട്ടുന്നത് എന്തിനോട് തുല്യമാണ്? 3 × 1/2 തുല്യമാണ്. ഗുണനം തുടർച്ചയായ, അപ്പൊ ഇതും ശരിയാണ്. ഗുണനം തുടർച്ചയായ വ്യവകലനമാണ്. ശരിയാണോ? അല്ല, ഗുണനമല്ല തുടർച്ചയായ വ്യവകലനം. ആരാണ്? ഹരണമാണ് തുടർച്ചയായ വ്യവകലനം. അപ്പം ഇതാണ് എന്ത്? തെറ്റാണ് അല്ലെ. ഈ ഓപ്ഷൻ
തെറ്റാണ്. അപ്പൊ ആൻസർ എന്തായിരിക്കും? ഡി ആയിരിക്കും. റെഡി അല്ലേ? അപ്പൊ ശരിയല്ലാത്ത പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതേതാണ്? ഡി ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. പ്ലസിന് പകരം ഹരണം, മൈനസിന് പകരം ഇൻറ്റു നമ്മൾ ഓൾറെഡി ചെയ്ത ടൈപ്പാണ് അല്ലെ. അപ്പൊ ഒന്ന് വേഗം നോക്കിക്കേ. 48 പ്ലസിന് പകരം എന്ത് കൊടുക്കണം? ഹരണം. 16 ഹരണത്തിന് പകരം എന്ത് കൊടുക്കണം? -4. മൈനസിന് പകരം ഇൻറ്റു 2, ഇൻറ്റുവിന് പകരം +8. ഇനി ബോത്ത് മാസ് അപ്ലൈ ചെയ്താൽ മതി. ബോത്ത് മാസ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ആദ്യം ചെയ്യുന്നു അല്ലെ. 48നെ 16 കൊണ്ട് ഹരിച്ചാൽ 3 -4 ഇൻറ്റു 2 + 8. ഇനി എന്ത് ചെയ്യുന്നു? ഗുണനം അല്ല. അപ്പൊ എന്ത് വരും? 3 - 8 + 8. റെഡി അല്ല? 3 - 8 + 8. ഈ -8ഉം +8ഉം ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ആൻസർ എന്ത് വരും? 3 വരും. ക്ലിയർ അല്ല? അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 3, നമ്മുടെ ഓപ്ഷൻ എ ആയിരിക്കും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. പി എന്നത് പ്ലസും ക്യൂ എന്നത് മൈനസും ആർ എന്നത് ഇൻറ്റു എസും തന്നിട്ടുണ്ട്. അതിന് പകരം നമ്മൾ ചെയ്യണം 20. പി എന്ന് പറഞ്ഞാൽ എന്താ? പ്ലസ്. 32. ക്യൂ എന്നത് -5. ആർ എന്നത് ഇൻറ്റു 10. എസ് എന്നത് ഡിവിഷൻ 2. ചെയ്തൂടെ? ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവിഷൻ ചെയ്യുന്നു. അപ്പൊ 20 + 32 -5 ഇൻറ്റു 10 ഹരിക്കണം 2 എന്ത് വരും? 5 വരും. ഇനി നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട ആർക്കാ? മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലെ. അപ്പൊ എന്ത് വരും? 20 + 32 - 5 ഇൻറ്റു 5 എന്ത് വരും? 25 അല്ലെ. ഇനി ഇത് സാധാരണ പോലെ ചെയ്താൽ മതി. 20ഉം 32ഉം കൂട്ടിയാൽ 52. 52ന്ന് 25 കുറച്ചാൽ എനിക്ക് എന്ത് കിട്ടും? 27 കിട്ടും. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 27 അല്ലെങ്കിൽ 27 ആയിരിക്കും ആൻസർ വരിക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പം ഇതും അതേ ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്ലസും ഓപ്പറേഷൻസ് പരസ്പരം മാറ്റി തന്നിട്ടുണ്ട്. ഇതിന്റെ ആൻസർ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? വേഗത്തിൽ നോക്കുക. ഓക്കെ, ഇതും അതേ ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. താഴെ തന്നിട്ടുള്ള ഗണിത ചിഹ്നങ്ങൾ ക്രമപ്രകാരം ചെയ്ത് ഉത്തരം കണ്ടെത്തുക. സംഭവം ഇത്രയേ ഉള്ളൂ. ആ ഓപ്പറേഷൻസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യാം. അപ്പൊ ഇവിടെ ആദ്യം ഇതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പൊ 50 - 15 ഹരിക്കണം 3 എന്ത് വരും? 5 ഇൻറ്റു 10 + 27. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. 50 - 5 ഇൻറ്റു 10 എന്ത് വരും? 50 + 27. ഇത് പോയി കഴിഞ്ഞാൽ 27. ഫൈനൽ ആൻസർ എന്ത് വരും? 27 ആയിരിക്കും വരിക. റെഡി അല്ല? അപ്പോൾ ഈ രീതിക്കുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും നമുക്ക് എന്ത് വരിക? റെഡി അല്ലേ? ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ 4/2/3 എന്ന സംഖ്യയുടെ ഗുണന വിപരീതം എന്ത്? ഗുണന വിപരീതം നമ്മൾ ഓൾറെഡി നോക്കിയതാണ് അല്ലെ. എന്താണ്? എ എന്ന് പറയുന്ന സംഖ്യയുടെ ഗുണന വിപരീതം അതിന്റെ നേരെ റെസിപ്രോക്കൽ ആണ്, തലതിരിച്ചിട്ടതാണ്. അപ്പൊ ഇവിടത്തെ നമ്പർ 4/2/3 ആണ്. ഇതിന്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ ഗുണന വിപരീതം എന്ന് പറയുന്നത് എന്താണ്? ഇതിനെ തലതിരിച്ചിടണം. പക്ഷേ ഈ ഭിന്നസംഖ്യ മിശ്ര ഭിന്നത്തിലാണ് കിടക്കുന്നത് അല്ലെ. അപ്പൊ ഇതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സാധാരണ ഭിന്നത്തിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ വിഷമ ഭിന്നത്തിലോട്ട് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ? റെസിപ്രോക്കൽ കാണാൻ. അപ്പൊ ഇതിന് എന്ത് ചെയ്യും? നമ്മൾ 4 × 3 + 2 ചെയ്യുന്നു /3. 4 × 3 ചെയ്യുന്നു, അത് 2നോട് ആഡ് ചെയ്യുന്നു. 4 × 3 12 ആണല്ലോ. 12ഉം 2ഉം കൂട്ടിയാൽ എന്ത് വരും? 14/3 വരും. റെഡി അല്ല? ഇതിനെ ഞാൻ വിഷമ ഭിന്നത്തിലോട്ട് മാറ്റി. 4 × 3 12, 12 + 2 14, 14/3. ഇനി ഇതിന്റെ ഗുണന വിപരീതം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3/14. ഇതാണ് എന്ത്? ആൻസർ 3/14. അപ്പം ഈ സംഖ്യയുടെ ഗുണന വിപരീതം എന്ന് പറഞ്ഞാൽ അതിനെ ആദ്യം വിഷമ ഭിന്നത്തിലോട്ട് മാറ്റുന്നു, അതിനുശേഷം അതിന്റെ എന്ത് കണ്ടുപിടിക്കുന്നു? ഗുണന വിപരീതം. അപ്പൊ ഇതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റെസിപ്രോക്കൽ. ഗുണന വിപരീതം എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. റെസിപ്രോക്കൽ എന്താണ്? 3/14 ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് കഴിഞ്ഞ തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ട്രൈ ചെയ്ത് നോക്കാം. 350 ഇവിടെ നമുക്കുള്ളത് 350 ഡിവിഷൻ 7 ഇൻറ്റു 2 + 28 - 3 ആണ്. റെഡി അല്ലേ? ഇത് ചെയ്ത് നോക്കുക. അതിന്റെ ആൻസർ എത്രയാണെന്ന് നോക്കി നോക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫണ്ടമെന്റൽ ഓപ്പറേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാനുള്ളത്. ബോത്ത് മാസ് ആണെങ്കിലും ഇമ്പോർട്ടന്റ്. അതുപോലെ ഈ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, അഡിറ്റീവ് ഇൻവേഴ്സ്, അഡിറ്റീവ് ഐഡന്റിറ്റി, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻസുകൾ ഒന്നുകൂടി ചെയ്ത് നോക്കുക. ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.